എത്രയോ ആളുകൾക്ക് അത് ലഭിച്ചിട്ടില്ല. സ്വലാത്തിന്റെ സലാമിന്റെ വചനങ്ങൾ ആവർത്തിച്ചുരുവിടുന്നവർ തങ്ങൾ പറയുകയാണ്, പാരത്രിക ലോകം ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭം, ഒരു പിടിവള്ളിക്ക് വേണ്ടി കേഴുന്ന ജനങ്ങൾ, ആരെങ്കിലും അന്നെ ചേർത്തു പിടിച്ചെങ്കിലെന്ന് വിചാരിക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ ഉറ്റവരില്ല, നൊന്ത് പ്രസവിച്ച ഉമ്മയില്ല, തന്നെ പോറ്റി വളർത്തിയ വാപ്പയില്ല, കൂടെ നിന്ന ജ്യേഷ്ഠാന്തന്മാരില്ല, ആരുമില്ല. അത്തരമൊരു ഘട്ടത്തിൽ എനിക്ക് ചേർന്നു നിൽക്കാനും എന്നെ ചേർത്തു പിടിക്കാനും ഒരു നായകനുണ്ട്. അതാര്? അത് ഹബീബുന വസയ്യിദുന വമലാദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഔലന്നാസി ബി യൗമൽ ഖിയാമ, പാരത്രികമായ ലോകത്തെ ഖിയാമത്തിന്റെ നാളിൽ ജനങ്ങളിൽ നിന്ന് എന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അക്തറുഹും അലയ്യ സ്വലാ, എന്റെ മേലിൽ സ്വലാത്തിന്റെ വചനങ്ങൾ ആവർത്തിച്ചുരുവിടുന്നവർ. ഈ സദസ്സിൽ എനിക്ക് കേൾക്കാനുള്ളത്, നേരത്തെ കേട്ടത് അസറിന് ശേഷം മുതൽ ആരംഭിച്ച മഹാനായ മുഹമ്മദുൽ റസൂൽ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠമായ മുർത്തദാഇന്റെ വരികളെ കൊണ്ട് ആരംഭിച്ച മദഹിന്റെ കീർത്തനങ്ങളിലൂടെ മൗലിദിന്റെ മജ്ലിസിലേക്ക് നമ്മൾ ഇങ്ങനെ കാലെടുത്തു വെക്കാനിരിക്കുമ്പോൾ, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം എന്ന ശ്രേഷ്ഠമായ സ്വലാത്തിന്റെ സലാമിന്റെ വചനങ്ങൾ ഇനിയും ആവർത്തിച്ചുരുവിടുമ്പോൾ ഹൃദയാന്തരങ്ങളിൽ വേണം എന്റെ മുത്തുനബി പാരത്രിക ലോകത്തെ ചേർത്ത് പിടിക്കണം. ഇതാണ് ഈ സദസ്സിന്റെ താല്പര്യം, ഈ സദസ്സിന്റെ ലക്ഷ്യം. തീർച്ചയായും അങ്ങനെയുള്ള ഒരു സൗഭാഗ്യത്തിന്റെ